വാട്സ്ആപ്പ് ബ്യൂട്ടിഫുൾ പീപ്പിൾ മച്ചാമാരെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. കുറേ കാലമായിട്ട് ആഗ്രഹിച്ച് നിൽക്കുകയാണ്. നമ്മളെ ചാനലിലെ മേജർ അപ്ഗ്രേഡേഷൻ ആണ്. ഒരു ഫോൺ വാങ്ങാൻ പോവാണ്. നല്ല കിടിലൻ ഫോണാണ് OnePlus 7T. ഒരുപാട് കാലമായി ആഗ്രഹിച്ച് നിന്നൊരു ഫോണാണ്. OnePlus 60 ഒക്കെ ഇറങ്ങിയപ്പോൾ എടുക്കണമെന്ന് വിചാരിച്ചു. അന്ന് നമ്മളതിൽ ക്യാഷ് വന്നില്ല. ഇപ്പോൾ നമുക്കൊരു ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് EMI ആയിട്ട് നമുക്കൊരു അവിടെയുള്ള ഷോപ്പിലുള്ള ചേട്ടൻ അഡ്ജസ്റ്റ് ചെയ്ത് തരികയാണ് ഫോണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് നേരിട്ട് പോകാം. OnePlus 17ൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷനും അൺബോക്സിംഗ് ഒക്കെ ആയിരിക്കും ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ ആ ഷോപ്പിലേക്ക് പോകാം. അപ്പോൾ ഗായ്സ് നമ്മളിതാ ഈ സ്റ്റോറിൽ എത്തിക്കുന്നത്. ഇനിയിപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കാണാം. One eternity later. അപ്പം ഗൈസ് ഇന്നലെ ഫോൺ വാങ്ങി വീഡിയോ ഒന്നും കൃത്യമായിട്ട് എടുക്കാൻ പറ്റില്ല. ജസ്റ്റ് ഒരു റഫായിട്ട് ഒരു അൺബോക്സിംഗ് ഉള്ളതും ചെയ്തത്. ഇപ്പം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു അൺബോക്സിങ് ഇതിൻ്റെ ചെറിയ രീതിയിൽ സ്പെക്ക് പറഞ്ഞു തരിക. കൂടുതലായിട്ട് ടെക് പരമായിട്ട് നമുക്ക് വലിയ പിടിയില്ലാത്തതിനെ കൊണ്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. ജസ്റ്റ് റഫായിട്ട് സ്പെക്ക് പറയുക. പിന്നെ ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ. അപ്പോൾ ബോക്സിനുള്ള എന്തൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് ഇപ്പം നോക്കാം. അപ്പം ഗൈസ് നമ്മൾ ഈ ബോക്സ് അൺബോക്സ് ചെയ്തിട്ട് ബോക്സിനുള്ള എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. ഇന്നലെ വളരെ റഫായിട്ടാണ് ചെയ്തത്. നമ്മളിത് അതിൽ നോക്കുക. ഫസ്റ്റ് തന്നെ വരുന്നത് OnePlusൻ്റെതാ ഒരു കാർഡാണ്. ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളുമാണ്. പിന്നെ ഇതാ സ്റ്റിക്കർ വരുന്നുണ്ട്. OnePlusൻ്റെ സ്റ്റിക്കർ വരുന്നുണ്ട്. വാറൻറ്റി കാർഡ് പിന്നെ ഇൻവിറ്റേഷൻ ലെറ്റർ വരുന്നുണ്ട്. അതാണെങ്കിൽ പൊളിക്കുന്നത് തന്നെയാണ്. പിന്നെ ആ ഇൻസ്ട്രക്ഷൻ മാനുവലും കാര്യങ്ങളും കഴിഞ്ഞാൽ നേരെ വരുന്നത് ഫോണാണ്. നേരത്തെ ബൂട്ട് ചെയ്ത് വെച്ചാണ്. ഇന്നലെ തന്നെ ബൂട്ട് ചെയ്തതാണ്. ഇതാണ് ഫോൺ. നല്ല കിടിലൻ ലുക്കാണ്. ഇത് അവിടെ ഒരു സ്റ്റിക്കർ വരുന്നുണ്ട്. അത്യാവശ്യം ഇവിടെ അങ്ങനെ ഫിംഗർ പ്രിൻ്റ് ഒക്കെ അങ്ങനെ ചെറുതായിട്ട് പിടിക്കുന്നുണ്ട്. ഫോണിൻ്റെ ഫിംഗർ പ്രിൻ്റ് ഒക്കെ ചെറുതായിട്ട് വരുന്നുണ്ട്. അത് മാത്രമുള്ള കുഴപ്പം. പക്ഷേ ഇതിന് കേസ് ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ തന്നെ കേസ് വരുന്നുണ്ട്. അതിട്ട് കഴിഞ്ഞാൽ അത് കുഴപ്പമില്ല. അതിന് നമുക്ക് ഫോൺ മാറ്റി വെക്കാം. അതിൻ്റെ അടിയിൽ എന്താ വരുന്നത് നോക്കാം. ഇവിടുന്ന് അങ്ങനെ പിടിച്ചിട്ട് പൊക്കുക. ഈ വരുന്നത് കേസാണ്. ഈ കേസ് ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫിംഗർ പ്രിൻ്റ് വരുന്നത് ആ കാര്യമൊക്കെ പോയി കിട്ടും. പിന്നെ സിം ഇജക്ടർ ടൂൾ, പിന്നെ ചാർജറും, പിന്നെ ഡോക്കും. OnePlus 17ൻ്റെ സ്പെസിഫിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നാപ്ഡ്രാഗൺ 855+ ആണ് പ്രൊസസ്സർ വരുന്നത്. പിന്നെ മെമ്മറി 8GB റാമും 256GB റോമുമാണ് നമ്മളെ കയ്യിലുള്ള വേരിയൻറ്റിൻ്റെ. പിന്നെ 8GB റാമും 128GB ഇൻറ്റേർണലും വരുന്ന വേറൊരു വേരിയൻറ്റും കൂടി OnePlus 17ക്ക് ഉണ്ട്. ഡിസ്പ്ലേൻ്റെ കാര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ 6.55 ഇഞ്ചിൻ്റെ ഫ്ലൂയിഡ് അമോലെഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. ഗെയിമിങ്ങിൻ്റെ ഒക്കെ സമയത്ത് എന്ന് പറഞ്ഞാൽ ബട്ടറി സ്മൂത്ത് ആണ്. എത്ര ഗ്രാഫിക്സ് കൂടിയ ഗെയിമും വരെ നല്ല സ്മൂത്ത് ആയിട്ട് കളിക്കാം. OnePlus 17ൻ്റെ ക്യാമറ സെറ്റപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 48 മെഗാപിക്സലിൻ്റെയും 12 മെഗാപിക്സലിൻ്റെയും 16 മെഗാപിക്സലിൻ്റെയും 3 ക്യാമറാസ് ആണ് റയർ ക്യാമറാസ് ആയിട്ട് വരുന്നത്. പിന്നെ ഫ്രണ്ടിൽ 16 മെഗാപിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറയാണ് വരുന്നത്. OnePlus 17ൻ്റെ റയർ ക്യാമറ, വൈഡ്, ടെലിഫോട്ടോ, അൾട്രാ വൈഡ് ക്യാമറാസ് ആണ് മൂന്നും വരുന്നത്. പിന്നെ വീഡിയോന്റെ കാര്യം പറയുകയാണ് 4K 60 FPS വരെയുള്ള നല്ല സ്മൂത്ത് ആയിട്ടുള്ള വീഡിയോസ് വരെ നമുക്ക് ഇതിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഈ ഫോണിന്റെ ഫിംഗർ പ്രിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഫാസ്റ്റ് ആയിട്ടുണ്ട്. ബെറ്റർ ദാൻ OnePlus 7 ആൻഡ് 7 Pro. പിന്നെ ഫേസ് അൺലോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ആക്യുറേറ്റ് ആണ്. ഒന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ അപ്പം തന്നെ അൺലോക്ക് ആയി വരുന്നുണ്ട്. ഇതിന്റെ ഫ്രണ്ട് ക്യാമറ എന്ന് വെച്ച് കഴിഞ്ഞാൽ 16 മെഗാപിക്സലിന്റെ ആണ്. അത് പ്രത്യേകിച്ച് ഒരു വ്യത്യാസം തോന്നിയിട്ടില്ല. നമ്മളെ OnePlus 7ലുള്ള സെയിം ക്യാമറ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. പക്ഷേ OnePlus 7ൽ ഇല്ലാത്തൊരു വലിയൊരു ഫീച്ചറാണ് 90 ഹെർട്സിന്റെ ഡിസ്പ്ലേ. അത് നമ്മൾ ഒന്ന് ഫീൽ ചെയ്തിട്ട് തന്നെ ഈ ഫോൺ യൂസ് ചെയ്താൽ തന്നെയുള്ളൂ മനസ്സിലാവുക. നമുക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതിൽ തന്നെ നമുക്ക് 60 ഹെർട്സിലേക്കും 90 ഹെർട്സിലേക്കും മാറ്റാൻ പറ്റും. ഫോൺ ഒരു OnePlus 7T കൈ കിട്ടി കഴിഞ്ഞാൽ ഒന്ന് 60 ഹെർട്സിലാക്കി യൂസ് ചെയ്ത് നോക്കുക. പിന്നെ അതൊന്ന് 90 ഹെർട്സിലേക്കും കൂടി ആക്കിയിട്ട് യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ 90 ഹെർട്സും 60 ഹെർട്സും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ OnePlus 17ൻ്റെ ബാറ്ററിയിലേക്ക് പോകുമ്പോൾ 3800 mAhൻ്റെ ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ OnePlus 7 Proനെക്കാട്ടും 100 mAh കൂടുതലാണ് ഈ 7Tയിൽ കൊടുത്തിരിക്കുന്നത്. അപ്പം കൂടുതൽ ബാറ്ററി ബാക്കപ്പും കാര്യങ്ങളും വരുന്നുണ്ട്. ഈ
ഈ ഫോൺ യൂസ് ചെയ്തിട്ട് ഞാൻ കണ്ടൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ക്യാമറ ബമ്പാണ്. എങ്കിലും വെച്ച് കഴിഞ്ഞാൽ ക്യാമറ അവിടെ അങ്ങനെ തട്ടി നിൽക്കുന്നുണ്ട് ടേബിളിലൊക്കെ വെക്കുമ്പം. ഇതെപ്പോഴും ഒരു കേസ് ഇട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും സേഫ്. അല്ലെങ്കിൽ വല്ല സ്ക്രാച്ചും കാര്യങ്ങളും വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന വീഡിയോനും ക്യാപ്ചർ ചെയ്യുന്ന ഫോട്ടോസിനെയൊക്കെ ബാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് ഇത്രയൊക്കെ തന്നെയാണ് എൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ. ഈ ഫോണിലെടുത്ത പോർട്രേറ്റ് ഫോട്ടോസും വൈഡ് ആംഗിൾ ഫോട്ടോസും ആണ് ഈ കാണുന്നത്. അത്യാവശ്യം വളരെ നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ നൈറ്റ് മോഡിൽ എടുക്കുമ്പോഴും ലോ ലൈറ്റ് സിറ്റുവേഷനിൽ എടുക്കുമ്പോഴും ഫോണിൽ അത്യാവശ്യം നല്ല കിടിലൻ ക്ലാരിറ്റി തന്നെയാണ് ഉള്ളത്. എന്തുകൊണ്ടും ഒരു 40,000 ബഡ്ജറ്റിൽ വളരെ ഒരു കിടിലൻ ഫോൺ തന്നെയാണ് OnePlus 70. ടോപ്പ് എൻഡ് മൊബൈൽ ഗെയിംസ് ഈ ഫോണിൽ കളിക്കുമ്പോൾ യാതൊരു വിധത്തിലുള്ള ലാഗും കാര്യങ്ങളും ഇല്ല, പക്ക സ്മൂത്താണ്. ഇത് OnePlusന്റെ 90 Hz ഡിസ്പ്ലേൻ്റെ ഒരു പ്രത്യേകത കൊണ്ട് മാത്രമാണ്. ഇനി നമുക്ക് ഇതിൻ്റെ വൈഡ് ആംഗിളും ബാക്കി കാര്യങ്ങളും തമ്മിലുള്ള വ്യത്യാസം നോക്കാം. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് OnePlus 70ൻ്റെ നോർമൽ ലെൻസിലാണ്. ഇതിപ്പോൾ വൈഡ് ആംഗിളിലേക്ക് ആക്കി നോക്കാം. വൈഡ് ആംഗിളിലേക്ക് ആക്കുമ്പോൾ കൂടുതൽ ഏരിയ നമുക്ക് ബാക്കിൽ കവർ ചെയ്ത് കിട്ടും. അപ്പോൾ നമ്മൾ വ്ളോഗ് ചെയ്യുമ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിലുള്ള എന്താ പറയുക കാഴ്ചകളും നമുക്ക് അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. വൈഡ് ആംഗിൾ ആകുമ്പം വൈഡ് ആംഗിളാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ക്യാമറേൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ. അപ്പോൾ നമുക്കിത് വൈഡ് ആംഗിളിലേക്ക് ആക്കി നോക്കാം. അപ്പോൾ ഗൈസ് നിങ്ങളിപ്പോൾ കാണുന്നത് വൈഡ് ആംഗിളിലുള്ള വിഷ്വൽസാണ്. വൈഡ് ആംഗിളിലുള്ള വിഷ്വൽസ് നിങ്ങൾ എങ്ങനെ ഉണ്ടെന്ന് നോക്കുക. അപ്പോൾ നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലിടുക. മുന്നേ വരെ ഉപയോഗിച്ച മൊബൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മോട്ടോൻ്റെ G5s+ ആയിരുന്നു. അതിൽ നിന്ന് അത്യാവശ്യം നല്ല രീതിയിൽ അപ്ഗ്രേഡ് ആയിട്ടുണ്ട് നമ്മളെ ഇപ്പോഴത്തെ ഫോണെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിൽ കാണുന്ന ബെല്ലൈക്കണിലും കൊണ്ട് അമർത്തിക്കുക. ഇനി മറ്റൊരു വീഡിയോ ആയി കാണുന്നതിനും ബൈ ഗൈസ്.